മനഃശാന്തിയോട് അവരുടെ പ്രാർത്ഥനകളെ കർത്താവിനോട് സമർപ്പിക്കാൻ പ്രസന്നമായ അന്തരീക്ഷത്തെ തരുന്ന ഈ ആരാധനാലയം ദിവ്യകാരുണ്യത്തിനോടുള്ള വിശ്വാസം വർദ്ധിക്കുവാനുമാണ് ഈ ആരാധനാലയം അതുല്യമായി പങ്കുവഹിക്കുന്നു. ക്രിസ്തുവ ജീവിതത്തിന്റെ മുഖ്യ ഘടകമാണ് 7 കൂദാശകൾ. അതിനനുസരിച്ച് കുംഭസാരം എന്ന കൂദാശ ക്രിസ്തുവിന്റെ അതുല്യമായ രീതിയാണ്. അതുകൊണ്ട് തന്നെ കുമ്പസരിക്കാനായി പ്രത്യേകിച്ച് കുമ്പസാരക്കൂടം പണിഞ്ഞ് അതിൽ 6 ഭാഷകളിൽ പാപമോചനം നൽകുന്നു. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് പല ദിവസങ്ങൾ വരാത്തവരും ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാത്തവരും മനം മാറി പുതിയ ജീവിതത്തെ തന്നെ സഹായം നേടുന്നു. ഇതും എല്ലാ ദിവസം നടക്കുന്ന ഒരു മഹാ അത്ഭുതമാണ്. 1968 വർഷങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ നിന്നും പാൽക്കാര ബാലകന് അമ്മ പ്രത്യക്ഷപ്പെട്ട് മാതാക്കുളത്തിൽ നിന്നും ഇടയിലുള്ള പാതയെ നന്നാക്കി പ്രാർത്ഥിക്കാനായുള്ള പരിശുദ്ധ പാതയായി മാറ്റിയെടുത്തു. കുരിശിന്റെ വഴി ധ്യാനിക്കുവാനും അമ്മ മാതാവിന്റെ കൃപ നിറഞ്ഞ് ജപമാല പ്രാർത്ഥിക്കുവാനും ഈ പരിശുദ്ധ പാതയെ ഉപയോഗിക്കുന്നു. ലോകത്തിൽ ഏത് ദേവാലയത്തിലും ഇല്ലാതെ ഒരു മഹത്വം നിറഞ്ഞ പരിശുദ്ധ പാത വേളാങ്കണ്ണിയിൽ മാത്രമാണ് ഉള്ളത്. പ്രത്യേകിച്ച് നോൻപ് കാലത്തിൽ ഈ പരിശുദ്ധ പാതയിൽ എടുക്കുന്ന തപസ്ശ്രമങ്ങളും വഴിപാടുകളും കർത്താവിനോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു. കോടാനുകോടി ജനങ്ങൾ അവരുടെ അഭ്യർത്ഥന സമർപ്പിക്കാൻ പ്രാർത്ഥനയോടും അമ്മയോടുള്ള ഉറച്ച വിശ്വാസം കൊണ്ടും മുട്ടുകുത്തി ഈ പാതയിൽ പോകുന്നത് കണ്ടാൽ ഏതു മനസ്സും അലിഞ്ഞു പോകും. ഈ പാതയുടെ 2 വശത്തും കുരിശിന്റെ വഴിയുടെ 14 കുരിശിന്റെ വഴി സ്വരൂപങ്ങളും 15 ജപമാല നിലകളുടെ സ്വരൂപങ്ങളും ഈ പാതയുടെ വഴിയിൽ പണിഞ്ഞിട്ടുണ്ട്. നടുത്തിട്ട് പള്ളിയിൽ നിന്നും ആരാധനാലയ വരെയുള്ള വഴിയിൽ 7 കൂദാശകളുടെയും പുതിയതായി ചേർത്തിട്ടുള്ള ജപമാലയുടെ 5 പ്രകാശത്തിന്റെ രഹസ്യങ്ങളും പണിഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിന്റെ ഉത്സവ ദിവസങ്ങളെയും ക്രിസ്തുമസ്, പുതുവത്സര, ഈസ്റ്റർ ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളെ കണക്കിൽ കൊണ്ട് കുർബാന നടത്തുവാനും മറ്റുള്ള വിവിധ പരിപാടികൾ നടത്തുവാനും ദേവാലയത്തിന്റെ ഇടതുവശത്ത് ഓപ്പൺ ഓഡിറ്റോറിയമും അതിന്റെ എതിർവശത്ത് തകിട് കൊണ്ടുള്ള സേവ്യർ ഓഡിറ്റോറിയവും പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ മഴക്കാലത്തും പ്രകൃതി ദുരന്ത ദിവസങ്ങളിലും ജനങ്ങളെ സുരക്ഷിതമായി ഇരുത്തിക്കുവാനും കുർബാന നടത്തുവാനും ഉയർത്തിയ കെട്ടിടമാണ് മോർണിംഗ് സ്റ്റാർ ദേവാലയം. ഈ ദേവാലയം 140 അടി അകലവും 400 അടി നീളവും കൊണ്ട് ഇടത്തൂൺകൾ ഇല്ലാതെ കെട്ടപ്പെട്ട ഒരു ഗംഭീരമായ ദേവാലയമാകുന്നു. ബ്രസീൽ നാട്ടിൽ വളരെ പ്രശസ്തിയുള്ള കർത്താവിന്റെ സ്വരൂപം പോലെ വേളാങ്കണ്ണി എന്ന പുണ്യസ്ഥലത്ത് ഉയർന്ന അടയാളമായി തിരുഹൃദയ യേശുവിന്റെ 80 അടി സ്വരൂപം കെട്ടപ്പെട്ടു. വേളാങ്കണ്ണി എന്ന പുണ്യസ്ഥലത്തെ ആശീർവദിക്കുന്നത് പോലെ അമ്മയെ തേടി എത്തുന്ന എല്ലാവരെയും ആശീർവദിക്കുന്നത് പോലെ ഉള്ള തിരുഹൃദയ യേശുവിന്റെ തിരുസ്വരൂപം ഇന്ത്യയിൽ വേറെവിടെയും ഇതുപോലെ പണിഞ്ഞിട്ടില്ല. വേളാങ്കണ്ണി എന്ന നഗരത്തിന്റെ തന്നെ അടയാളമാകുന്നു. വേളാങ്കണ്ണി എന്ന കടൽ നഗരം മുഴുവനും മണൽ കൊണ്ട് ആയതിനാൽ അതിനെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമായി മാറ്റുവാൻ ദേവാലയം പല വഴികളെ ശ്രമിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ ഒരു തോട്ടം സൃഷ്ടിച്ച് ദേവപുത്രൻ യേശു യോഹന്നായുടെ കയ്യിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് രംഗത്തെ ആ തോട്ടത്തിന്റെ നടുവിൽ സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ യേശു കുട്ടികളോടൊപ്പമുള്ള ശിലകളും പണിഞ്ഞിരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും സൺഡേ ക്ലാസ്സുകൾക്ക് പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് ഉള്ളത്. വേളാങ്കണ്ണി കടലോര നഗരമായതിനാൽ കൂടെ പ്രകൃതി ദുരന്തത്തിൽ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2004
2004 വർഷം ഡിസംബർ 26 സുനാമി എന്ന് ആഴിപ്പേരല വേളാങ്കണ്ണി കടലോരം ഇരുന്ന് നൂറുകണക്കിന് ആളുകൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കുടുങ്ങി അന്തരിച്ചു. വളരെയേറെ ദുഃഖം നിറഞ്ഞ ഈ മരണങ്ങളിൽ ആരാണ്, എവിടുന്നാണ് എന്ന് അറിയാത്തവരെ എല്ലാവരെയും ജാതി മതഭേദമില്ലാതെയാണ് പള്ളിവക അവരെ അടക്കം ചെയ്ത് സ്മാരകം പണിഞ്ഞു. മാത്രമല്ലാതെ സുനാമി താമസ സ്ഥലം പണിഞ്ഞ് വാഴ്വാധാരം നഷ്ടപ്പെട്ടവർക്ക് അത് വലിയ സഹായമായി മാറി. അമ്മയോട് പ്രാർത്ഥിച്ച് അവർക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി അറിയിപ്പിന്റെ ഒരു കലവറയാണ് ദേവാലയത്തിന്റെ മ്യൂസിയം. പലതരം രോഗങ്ങൾ, ബന്ധുക്കൾ വഴി വരുന്ന പ്രശ്നങ്ങൾ, സമ്പത്ത് വഴി പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടിയ എല്ലാവരും അമ്മയുടെ അപേക്ഷ വഴി കർത്താവിൽ നിന്നും കിട്ടിയതാണെന്ന വിശ്വാസത്തിന്റെ നന്ദി സാക്ഷ്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ. ദേവാലയം തുടങ്ങിയ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളെ ഉള്ളടക്കിയ ഒരു ചരിത്ര പ്രമാണമായി വിളങ്ങുന്നു.